ശരിക്കും നോമ്പ് കാലം ആകുമ്പോൾ നമ്മളെ ഭക്ഷണ രീതികളിൽ നല്ല രീതിയിലൊരു ക്രമീകരണം വരുത്തുകയാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് വെച്ചിട്ട് 5 കിലോ വരെ നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെറിയ ഒരു സാധാരണ ഒരാൾ പ്രമേഹമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഒരു സാധാരണ ആൾ നോമ്പെടുക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊക്കെ കഴിയുന്നതും ആ രീതിയിലാണ് അഡോപ്റ്റ് ചെയ്യാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ രീതികൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പുതിയ രീതികളും നമ്മൾ ലൈം ജ്യൂസ് അല്ലെങ്കിൽ ജ്യൂസുകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നോമ്പ് തുറക്കുക. അപ്പോൾ സാധാരണ ഈത്തപ്പഴത്തോട് കൂടിയിട്ട് നോമ്പ് തുറന്നിട്ട് തിളപ്പിച്ചാറിയ വെള്ളം, അതാണ് ഇപ്പോൾ കുറച്ചുകൂടി ആവും. കാരണം ഒരുപാട് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ വയറിളക്കം പോലത്തെ രോഗങ്ങളൊക്കെ ഉള്ള കാലത്ത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ഈത്തപ്പഴത്തോട് തുടങ്ങുക. പിന്നെ ജ്യൂസ് കഴിയുന്നതും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ജ്യൂസിന് ഒരു ഗുണമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ജ്യൂസ് ഒഴിവാക്കാൻ പറ്റും അത്രത്തോളം ജ്യൂസ് ഒഴിവാക്കാം. നാരങ്ങ വെള്ളം കുടിക്കണോണ്ട് കുഴപ്പമില്ല, നാരങ്ങ ലൈം ഒരു വീക്ക് ആസിഡാണ്, വലിയ ബുദ്ധിമുട്ടില്ല. എന്തെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ ചില ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നവർ. ജ്യൂസിന് പകരം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുക, അതാണ് എൻ്റെ ശരി. അപ്പോൾ ഫ്രൂട്ട്സ് ഇപ്പോൾ നമ്മൾ സാധാരണ ഷുഗറൊന്നും ഇല്ലെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും ആൾക്കാർക്ക് കഴിക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷേ അളവിൽ കൂടാൻ പാടില്ല. ഇപ്പോൾ മാങ്ങ പൈനാപ്പിളൊക്കെ ഉള്ളത്, ഇപ്പോൾ മാങ്ങ ഒക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സിൽ 50ൻ്റെ മേലെ വരുന്നതാണ്, പൈനാപ്പിളും വാട്ടർമെലനും ഒക്കെ. അപ്പോൾ അത് ജ്യൂസ് ആക്കാതെ അത് ഫ്രൂട്ട് കട്ട്സ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കാം. അത് നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ പിന്നെ നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് പൊരിക്കടികൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ എന്താ പറയുക ആവി കൊള്ളിച്ച ഭക്ഷണങ്ങളുണ്ടല്ലോ അത് ഉൾപ്പെടുത്താം. കാരണം ഇറച്ചി പോലത്തെ സാധനങ്ങൾ കുറച്ച് പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ നോമ്പ് തുറ കഴിഞ്ഞാൽ കഴിയുന്നതും നമ്മൾ പഴയ രീതിയിൽ നോമ്പ് മഗ്‌രിബ് നിസ്കരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കും നമ്മൾ. അത് കഴിഞ്ഞ് ഇശ തറാവിയ കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കും. അപ്പോൾ ആ കഞ്ഞി വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ കഞ്ഞി അല്ലെങ്കിൽ ഭക്ഷണം അത് എന്ത് ചെയ്യണം, തറാവിയക്ക് ശേഷം കഴിക്കാവുന്ന രീതിയിൽ ഇതാക്കുക. അപ്പോൾ 3 എന്നുള്ളത് അവിടെ 2 മീലിലേക്ക് നമ്മൾ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് അത്താഴമാണ് കാര്യമായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. കാരണം ഈ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 13 മണിക്കൂർ ഫാസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഇത് നിർത്തണമെങ്കിൽ അത്താഴം കാര്യമായി കഴിക്കാൻ ശ്രമിക്കുക. അത്താഴം കഴിയുന്നതും സുബഹിലേക്ക് അടുപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ നോമ്പ് തുറന്ന് അത്താഴത്തിൻ്റെ ഉള്ളിൽ ഒരു 2.5 ലിറ്റർ മുതൽ ഒരു 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും. കാരണം അത് പിന്നീട് നമുക്ക് അത് അത്താഴത്തിന് കുറച്ചും കൂടുതൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ഉചിതമാണത്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ഭക്ഷണക്രമങ്ങൾ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 കിലോ വരെ നമുക്ക് നോമ്പിൻ്റെ ഈ സമയത്ത് കുറക്കാൻ പറ്റും.